വാസിഷ്ഠസുധ, യോഗ വാസിഷ്ഠസാരം ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. നിർവാണ പ്രകരണം 15-ാം സർഗം, യോഗ സപ്ത ഭൂമികോപാഖ്യാനം, പേജ് 417. വസിഷ്ഠൻ പറഞ്ഞു, രാമ, വാസനാബദ്ധനായി മൂഢനായി കഴിയുന്നവന് നൂറുകണക്കിന് വന്നുചേരുന്ന ജന്മാന്തരങ്ങളിൽ എപ്പോഴെങ്കിലും ആദ്യത്തെ ഭൂമിക ഉദയം ചെയ്യുന്നില്ലെങ്കിൽ സംസാരഗതി നീണ്ടു നീണ്ടു പോകാനിടവരും. അല്ലെങ്കിൽ ചിലപ്പോൾ യാദൃച്ഛികമായി സജ്ജന സംസർഗം നിമിത്തം സംസാര ചർച്ചയ്ക്കിടയിൽ വൈരാഗ്യം ഉദയം ചെയ്തു എന്നും വരാം. 339. വൈരാഗ്യേഭ്യുദിതേ ജന്തോരവശ്യം ഭൂമികോദയഃ തേന നശ്യതി സംസാര ഇതി ശാസ്ത്രാർത്ഥസംഗ്രഹഃ. വൈരാഗ്യം ഉദയം ചെയ്താൽ തുടർന്ന് നിശ്ചയമായും ഭൂമിക ആരംഭിക്കും. അതോടെ സംസാരവും നശിക്കും. ഇതാണ് ശാസ്ത്രനിർണയം. യോഗഭൂമികകൾ ഓരോന്നായി കടന്ന് മുന്നേറുന്ന ജീവന് ഭൂമികാക്രമമനുസരിച്ച് പൂർവജന്മ ദുഷ്കൃതം കുറഞ്ഞു വരും. തുടർന്ന് ദേവലോകഗൃഹങ്ങളിലും ലോകപാലപുരങ്ങളിലും മേരുപർവ്വത കുഞ്ചങ്ങളിലും രമണീസഖനായി രമിച്ച് കഴിയാനിടവരുന്നു. തുടർന്ന് സുകൃതഫലവും പൂർവ്വദുഷ്കൃതവുമൊക്കെ ഫലഭോഗം കൊണ്ട് ക്ഷയിച്ച് ഭൂമിയിൽ യോഗിമാരുടെ കുലത്തിൽ വന്നു ജനിക്കുന്നു. ശുചികളാലും ഐശ്വര്യസമ്പന്നരാലും ഗുണവാന്മാരാലും രക്ഷിക്കപ്പെടുന്ന ഗൃഹത്തിൽ വന്നു ജനിക്കുന്നു. ജനനാനന്തരം പൂർവജന്മത്തിലെ യോഗവാസന നിമിത്തം യോഗമാർഗത്തിൽ തന്നെ സഞ്ചരിക്കാനും ഇടവരുന്നു. അവിടെ മുൻപ് അഭ്യാസം കൊണ്ട് എത്തിച്ചേർന്നിരുന്ന യോഗഭൂമികയെ തിരിച്ചറിഞ്ഞിട്ട് ജിജ്ഞാസു ഭൂമികാക്രമമനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. രാമ, ഈ 3 ഭൂമികകളെയും ഒരുമിച്ചു ചേർത്ത് ജാഗ്രത് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ജാഗ്രത്തിലെന്ന പോലെ ഇവയിൽ ഭേദബുദ്ധി സ്പഷ്ടമായി നിലനിൽക്കുന്നു. ഈ ഭൂമികകളിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് പ്രധാനമായും ആര്യത വന്നു ചേരുന്നു. ഇതു കാണുമ്പോൾ മൂഢബുദ്ധികളിൽ പോലും മുമുക്ഷുത്വം അങ്കുരിക്കാം. ആരാണ് ആചാര്യൻ? ചെയ്യേണ്ടത് ചെയ്യും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയില്ല. നിലവിലുള്ള ആചാരക്രമമൊക്കെ യഥായോഗ്യം അനുസരിക്കും. അങ്ങനെയുള്ളയാളാണ് ആചാര്യൻ. ആചാരത്തിന് യോജിച്ചവണ്ണവും ശാസ്ത്രത്തിന് ഉചിതവുമായ രീതിയിലും തത്കാല സ്ഥിതി അനുസരിച്ച് കർമ്മരംഗത്ത് വ്യവഹരിക്കുന്നയാളാണ് ആര്യൻ. ആദ്യ ഭൂമികയിൽ മുളച്ച് 2ഉം 3ഉം ഭൂമികകളിൽ കിളിർത്ത് തഴയ്ക്കുന്നതാണ് ആര്യത്വം. ആര്യത്വം നിലനിൽക്കവേ മരണമടയുന്ന യോഗി നല്ല സങ്കല്പങ്ങളിൽ കൂടി സഞ്ചയിച്ച ലോകസുഖങ്ങൾ അനുഭവിച്ച ശേഷം യോഗമാർഗചാരിയായി തന്നെ വീണ്ടും ജനിക്കുന്നു. 3 ഭൂമികകളിലെ അഭ്യാസം കൊണ്ട് തന്നെ അജ്ഞാനം ക്ഷയിക്കും. പൂർണ്ണചന്ദ്രപ്രഭയോടെ ചിത്തത്തിൽ ജ്ഞാനം ഉദയം ചെയ്യും. തുടർന്ന് 4ാമത്തെ ഭൂമികയിലേക്ക് കടക്കുന്നതോടെ സത്യം തെളിഞ്ഞ യോഗിക്ക് ഭേദചിന്തകൾ പോയി എല്ലാം സമമായി കാണാനുള്ള കഴിവ് വന്നു ചേരും. ദ്വൈതാനുഭവം പോയി അദ്വൈതാനുഭവം സ്ഥിരത പ്രാപിക്കും. അതുനിമിത്തം ഈ 4ാം ഭൂമികയിൽ ലോകം സ്വപ്നം പോലെ അനുഭവപ്പെടും. അതുകൊണ്ട് ഇതിനെ സ്വപ്നഭൂമികയെന്ന് വിളിക്കുന്നു. ചിത്തം ശരത്കാല മേഘഖണ്ഡം പോലെ വിലയം പ്രാപിക്കുന്നു. 5ാം ഭൂമികയിലേക്ക് കടക്കുന്നതോടെ യോഗി സത്താമാത്രാവശേഷനായി ഭവിക്കുന്നു. ഇവിടെ ചിത്തം ലയിച്ചു പോകുന്നതുകൊണ്ട് പ്രപഞ്ച വികല്പം സംഭവിക്കുന്നതേയില്ല. അതുകൊണ്ട് ഈ ഭൂമികയ്ക്ക് സുഷുപ്തമെന്ന് പേരിട്ടിരിക്കുന്നു. വിഭാഗഭേദങ്ങളൊക്കെ അസ്തമിച്ച് അദ്വൈതാനുഭവത്തിൽ ഉറപ്പുവരുന്നു. ദ്വൈതം പോയി ഉള്ളിൽ വസ്തുബോധം ഉറപ്പുവന്ന് സുഷുപ്തിയിലെന്ന പോലെ ആനന്ദഘന അനുഭവത്തിൽ യോഗി എത്തി നിൽക്കുന്നു. പുറമേ കർമ്മപരനാണെങ്കിലും സദാ അന്തർമുഖനായി വർത്തിക്കുന്നു. ചിത്തം ഉപശമിച്ചതുകൊണ്ട് നിദ്രാലുവിനെ പോലെ കഴിയുന്നു. 5ാം ഭൂമികയിലെ അഭ്യാസം ഉറപ്പുവന്ന് വാസന നിശേഷം അകലുന്നതോടെ തുര്യമെന്നു പേരുള്ള 6ാം ഭൂമികയിലേക്ക് കടക്കുന്നു. ഇവിടെ യോഗി അസദ്രൂപനല്ല, സദ്രൂപനുമല്ല. ഞാനില്ല, ഞാനില്ലാതെയുമില്ല. ദ്വൈതമോ ഐക്യമോ ഇല്ലാതെ സങ്കല്പം വെടിഞ്ഞ് യോഗി കേവലനായി നിലകൊള്ളുന്നു. ആശാഗ്രന്ഥികൾ ഒന്നുമില്ല, സന്ദേഹം ലേശവുമില്ല, ഭാവനയൊന്നുമില്ല. പൂർണ്ണ ജീവൻ മുക്തൻ. അനിർവാണനെങ്കിലും
അനിർവാണനാണെങ്കിലും നിർവാണം പ്രാപിച്ചവൻ, ചിത്രത്തിലെ ദീപം പോലെ നിലകൊള്ളുന്നവൻ, അന്തഃശൂന്യൻ, ബഹിശൂന്യൻ, ആകാശത്തിൽ ശൂന്യകുംഭം പോലെ സ്ഥിതി ചെയ്യുന്നവൻ, അന്തഃപൂർണൻ, ബഹിപൂർണൻ, ആർണവത്തിൽ പൂർണ്ണകുംഭം പോലെ സ്ഥിതി ചെയ്യുന്നവൻ. എന്തോ ആയിത്തീർന്നു, എന്നാൽ ഒന്നുമായിത്തീർന്നുമില്ല. ഇങ്ങനെ 6-ാം ഭൂമികയിൽ കഴിഞ്ഞുകൂടിയിട്ട് ക്രമേണ 7-ാം ഭൂമികയിൽ എത്തിച്ചേരുന്നു. 7-ാമത്തെ ഈ ഭൂമികയാണ് വിദേഹമുക്തി എന്നറിയപ്പെടുന്നത്. ഈ ഭൂമിക വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതല്ല. സംസാരത്തിൻ്റെ മറുകര. ചിലരിതിനെ ശിവനെന്ന് പറയുന്നു, മറ്റു ചിലർ ബ്രഹ്മമെന്ന്, വേറെ ചിലർ വിഷ്ണുവെന്ന് പറയുന്നു, ചിലർ ശൂന്യമെന്നും, ചിലർ ഇതിനെ വസ്തുവെന്ന് പറയുന്നു, ചിലർ കാലമെന്ന് പറയുന്നു, ചിലർ പ്രകൃതിയെന്നും പുരുഷനെന്നും വേർതിരിച്ചു കാണിക്കുന്നു. ഇങ്ങനെ പലരും അവരവരുടെ കൽപ്പനകൾക്കനുസരിച്ച് പല പേരുകൾ നൽകിയിരിക്കുന്നു. വാക്കുകൾക്കതീതമാണെങ്കിലും വാക്കുകളിൽ അടക്കാൻ ശ്രമിച്ചിരിക്കുന്നു. രാമ, ഇങ്ങനെ 7 യോഗഭൂമികകൾ ഞാൻ നിനക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. ഈ യോഗഭൂമികകളിൽ അഭ്യാസമുറപ്പിച്ചാൽ പിന്നെ ദുഃഖമേ ഉണ്ടാവുകയില്ല. ഇവിടെ പ്രധാനമായും യോഗഭൂമികകളുടെ ലക്ഷണങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. യോഗഭൂമികകളുടെ നിഷ്കൃഷ്ടങ്ങളായ പേരുകൾ ഉത്പത്തി പ്രകരണത്തിലെ ലവണോപാഖ്യാനത്തിൽ വിവരിച്ചിട്ടുള്ളത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ശംഖം പോലുള്ള കൊമ്പുകളുള്ള ഒരു പിടിയാനയുണ്ട്. മൃദുവായും മന്ദമായുമാണ് അവളുടെ നടത്ത. അതിരറ്റ മദം കൊണ്ട് ഉന്മത്ത, സദാ ഇടഞ്ഞു നിൽക്കുന്നവൾ. സർവത്ര അനർത്ഥകാരിണിയായ ഇവളെ പിടിച്ചു കെട്ടുന്നില്ലെങ്കിൽ ഈ ഭൂമികകളിൽ മനുഷ്യന് ജയം അസാധ്യമാണ്. മദമത്തയായ ഈ പിടിയാന ഏതുവരെ ജയിക്കപ്പെടും എന്നില്ലയോ, ഏതുവരെ ജയിക്കപ്പെടുന്നില്ലയോ അതുവരെ ഒരു ഭടനും സമ്പന്നമായ സമരഭൂമി കീഴടക്കാൻ കഴിയില്ല. രാമൻ ചോദിച്ചു, ഭഗവൻ, ഏതാണ് ഈ പിടിയാന? രണഭൂമികൾ ഏതൊക്കെയാണ്? എങ്ങനെയാണ് ഇവളെ ജയിക്കുക? എങ്ങനെയാണ് ഇവൾ രമിച്ചു കഴിയുന്നത്? എവിടെയാണ് ഇവൾ രമിച്ചു കഴിയുന്നത്? വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഇച്ഛ എന്നാണ് ഈ പിടിയാനയുടെ പേര്. എനിക്കിത് വേണം എന്നതാണ് ഇവളുടെ സ്വരൂപം. ദേഹമാകുന്ന കാട്ടിലാണ് ഇവൾ മതിച്ചിളകി പലതരം പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് ഇവളുടെ കൊച്ചാനക്കുട്ടികൾ. മധുരഭാഷണ ചതുരയാണ് രസന. മനസ്സാകുന്ന രഹസ്യ സങ്കേതത്തിലാണ് ഇവൾ ഒളിഞ്ഞു കഴിഞ്ഞു കൂടുന്നത്. പുണ്യപാപകർമ്മങ്ങളാണ് ഇവളുടെ കൊമ്പുകൾ. വാസനാ സമൂഹമാണ് 4 വശത്തേക്കും പൊട്ടിയൊഴുകുന്ന മദജലം. അജ്ഞരായ ജനസഞ്ചയത്തെ ഇച്ഛയാകുന്ന ഈ പിടിയാന സദാ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുന്നു. സംസാര സങ്കല്പങ്ങളാണ് ഇവളുടെ രണഭൂമികൾ. ഇവിടെയാണല്ലോ മനുഷ്യൻ മാറി മാറി ജയപരാജയങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹൃദയകോശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വാസന, ഈഹ, മനസ്സ്, ചിത്തം, സങ്കല്പം, ഭാവനം, സ്പൃഹ ഇവയെല്ലാം ഈ കരുണിയുടെ പേരുകളാണ്. മറ്റെല്ലാ ആയുധങ്ങളെയും അവഹേളിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന ഇവളെ ധൈര്യമെന്ന കടുത്ത ആയുധം കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റൂ. ധൈര്യം കൊണ്ട് ഇവളെ പൂർണ്ണമായും അടക്കണം. ഇതെനിക്കു വേണം എന്നിങ്ങനെ എത്ര കാലം ഈ കരുണി ഉള്ളിൽ പെരുകിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും കാലം സംസാരമാകുന്ന ഉഗ്രമഹാവിഷൂചിക പടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. 340 ഏതാവാനേവ സംസാരേ ഇദമസ്ത്വിതി യന്മയഃ അത്യതൂപശമോ മോക്ഷ ഇത്യേവം ജ്ഞാനസംഗ്രഹഃ. എനിക്കിത് വേണം എന്ന ഇച്ഛ, ഇത്രമാത്രമാണ് സംസാരം. ഇത് മാറിക്കിട്ടുന്നതാണ് മോക്ഷം. ജ്ഞാനം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇച്ഛ പോയി കളങ്കമറ്റ് പരിശുദ്ധമായി പ്രസന്നത കൈവരിക്കുന്ന ചിത്തത്തിൽ കണ്ണാടിയിൽ തൈലബിന്ദുവെന്ന പോലെ ഉപദേശവാക്ക് പറ്റി നിൽക്കും. വിഷയത്തിൻ്റെ മുളപ്പുകൾ എന്ന പോലെ അനർത്ഥകാരിണിയായ ഇച്ഛ അല്പമെങ്കിലും പൊന്തിക്കണ്ടാൽ അപ്പോൾ തന്നെ അത് ഛേദിച്ചു കളയണം. സങ്കല്പിക്കാതിരിക്കൽ എന്ന മൂർച്ചയുള്ള കത്തികൊണ്ട് വേണം മുറിച്ചു കളയേണ്ടത്. ഇച്ഛ കൊണ്ട് കീറി മുറിക്കപ്പെടുന്ന ജീവൻ സദാ ദൈന്യത്തിന് പാത്രമാകേണ്ടി വരും. സങ്കല്പിക്കുന്നില്ലയോ, ഇച്ഛ മുളയ്ക്കുകയേയില്ല. ചിത്തം നിശബ്ദമായി സ്ഥിതി ചെയ്യുന്നതാണ് അസംവേദനം അഥവാ സങ്കല്പിക്കാതിരിക്കൽ. ഇതാണ് പ്രത്യാഹാരം എന്നറിയപ്പെടുന്നത്. ഇതുകൊണ്ട് ഇച്ഛ ഒഴിഞ്ഞു പോകും. എനിക്കിത് വേണം എന്ന തോന്നലാണ് കൽപ്പനം.
സത്യബോധം ഉറപ്പുവരുത്തി വിഷയങ്ങളില്ലെന്നു തീരുമാനിച്ചാൽ കൽപ്പനാത്യാഗം എളുപ്പമാകും. വിഷയങ്ങളെ സ്മരിക്കുന്നതാണ് സങ്കല്പം. വിഷയങ്ങളെ മറക്കുന്നതാണ് ശിവം അഥവാ സത്യം. ഇവിടെ നേരത്തെ അനുഭവിച്ചതും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതുമായ എല്ലാ വിഷയങ്ങളും വിസ്മരിക്കപ്പെടണം. രാമ, അനുഭവിച്ചതും അനുഭവിക്കാത്തതുമായ എല്ലാ കാര്യങ്ങളും മറക്കൂ. എല്ലാം മറന്ന് മഹാസത്യത്തെ അവലംബിച്ച് ഒരു തടിക്കഷണം പോലെ പുറമേ മൂഢനായി സ്ഥിതി ചെയ്യൂ. 341 ശ്ലോകം. ഊർധ്വബോഹുർവിരൗമ്യേഷ ന ച കശ്ചിത് ശൃണോതി തത് അസങ്കൽപഃ പരശ്രേയഃ സ കിമർത്ഥന ഭാവ്യത്തെ. ഞാനിതാ 2 കൈയും പൊക്കി നിലവിളിച്ചു പറയുന്നു, പക്ഷേ ആരും അത് കേൾക്കുന്നില്ല. സങ്കൽപ്പിക്കാതിരിക്കലാണ് അങ്ങേയറ്റത്തെ മോക്ഷം. ഇക്കാര്യം മുമുക്ഷുക്കൾ എന്തുകൊണ്ട് ഉറപ്പിക്കുന്നില്ല? കില തൂഷ്ണീം സ്ഥിതേനൈവ തൽപദം പ്രാപ്യത്തെ പരം പരമം യാത്ര സാമ്രാജ്യം അഭിരാമ തൃണായതേ. ഒരാൾ ഉള്ളിൽ നിശബ്ദമായി സ്ഥിതി ചെയ്യുമെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ മോക്ഷപദത്തിൽ എത്തിച്ചേരുന്നു. ആ അനുഭവത്തിൽ വലിയൊരു സാമ്രാജ്യം പോലും ചെറിയൊരു പുൽക്കടി പോലെ നിസ്സാരമായി തീരുകയും ചെയ്യുന്നു. രാമ, ഇതോർമ്മിച്ചോളൂ. മനോഹരമായ ഒരു ദേശത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു വഴിയാത്രക്കാരൻ എങ്ങനെയാണ് ഒന്നിലും പറ്റിപ്പിടിക്കാതെ തൻ്റെ പാദങ്ങളെ ചലിപ്പിക്കുന്നത്? മുമുക്ഷു സ്വകർമ്മങ്ങളിൽ അതുപോലെ നിസ്സംഗനായി വ്യാപരിക്കണം. ബഹുനാത്ര കിമുക്തേന സംക്ഷേപാദിതമുച്യത്തെ സങ്കൽപ്പനം പരോ ബന്ധസ്തദഭാവോ വിമുക്തത. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തിനു പറയണം? ചുരുക്കി പറഞ്ഞേക്കാം, സങ്കല്പമാണ് ബന്ധം, സങ്കല്പമില്ലായ്മയാണ് മോക്ഷം. ഈ ജഗത്തിനെ മുഴുവൻ ശാന്തവും അനന്തവും സ്ഥിരവും അഴിവില്ലാത്തതുമായ ബോധരൂപമായി കണ്ട് ശാന്തനായി സുഖമായി കഴിഞ്ഞുകൂടൂ. സങ്കല്പിക്കാതിരിക്കലാണ് യോഗം. യോഗം അഭ്യസിച്ചുകൊണ്ട് കർമ്മം ചെയ്യൂ. വിരുദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കൂ. സങ്കല്പിക്കാതിരിക്കലാണ് യോഗം. അതുതന്നെയാണ് അകൃത്രിമമായ ചിത്തശമം. ബോധസത്യവുമായി തികച്ചും തന്മയീഭവിച്ചിട്ട് എന്തു ചെയ്യണമോ അത് ചെയ്തു കഴിയൂ രാമ. ഞാൻ, എൻ്റേത് എന്ന ചിന്തയുള്ളിടത്തോളം ദുഃഖമോചനം സാധ്യമല്ല. ഈ ചിന്ത വിട്ടാൽ ദുഃഖമോചനം എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യൂ. ഈ ചിന്ത വിട്ടാൽ ദുഃഖമോചനം എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യൂ. മംഗളസ്വരൂപവും സൃഷ്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നതും ശാന്തവും അജവുമായ വസ്തു മാത്രം ഭാവന ചെയ്യുന്നതാണ് കർമ്മത്യാഗം. അതുതന്നെ മോക്ഷം. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ യോഗസപ്തഭൂമികോപാഖ്യാനം നാമ 15 സർഗഃ. സർഗം 16 ശാസ്ത്രഗ്രഹണ ഫല നിർദ്ദേശം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.